ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നബിദിന ഘോഷയാത്രയാണ്. കണ്ടില്ലേ, ഒരു ഒട്ടകപ്പുറത്താണ് ഒരാൾ മൂപ്പര് കൊടി പിടിച്ചുകൊണ്ട്. കണ്ടില്ലേ, ഇത് ഉള്ളത് മമ്പുറം മക്കാമിൻ്റെ കുറച്ചിങ്ങപ്പുറത്ത് ഒരു മദ്രസ ഉണ്ട്, സയ്യിദ് ഫളൽ ഹയർ സെക്കൻഡറി മദ്രസ. അങ്ങനെ അതാണ് മിലാദ് റാലി. അതാണ് അത്. കണ്ടില്ലേ, റാലിയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇത് പ്രത്യേകം ഒരു ആകർഷണീയമായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? ഇന്ന് പ്രവാചകന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നു, മറുഭാഗത്ത് ഓണം സെലിബ്രേഷൻ നടക്കുന്നു, മറുഭാഗത്ത് ടീച്ചേഴ്സ് ഡേയുടെ ആഘോഷങ്ങൾ നടക്കുന്നു. അതിനിടയിലും ചിലർ മോശമാക്കണ്ടെന്ന് കരുതി ജുമാ മുബാറക്ക് എന്ന് പറഞ്ഞ് അതിന്റെ മെസ്സേജുകൾ അയക്കുന്നു. നമ്മളെ മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് ആഘോഷങ്ങളോട് ട്രെൻഡ് കാണിക്കുന്ന ജനതകളെയാണ്. അവർക്ക് അല്ലാഹുവിന്റെ പള്ളികളിൽ ജമാഅത്ത് പ്രശ്നമില്ല. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 3,23,000 വരുന്ന ഹർഫുകളിലെ എത്ര ഹർഫ് പാരായണം ചെയ്തെന്ന് ചോദിച്ചാൽ അവരുടെ അക്കൗണ്ടുകൾ ശൂന്യമായിരിക്കാം. പക്ഷേ ആലോചിക്കേണ്ടത് ആഘോഷങ്ങളുടെ വഴികളിലൂടെ കടന്നു വരുമ്പോ ഈ ഒരു സെലിബ്രേഷന്റെ രീതി ഉത്സവങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, പള്ളിപ്പെരുന്നാളുകളിൽ, അതുപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞാലുള്ള ഓണം സെലിബ്രേഷനുകളിൽ എല്ലാം അവരുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരൊറ്റ ഖുത്ബ ഈ മിമ്പറിൽ നടത്തിയപ്പോ സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും തമ്മിലുള്ള സംഭാഷണങ്ങളെ വിശദീകരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ ആളുകളോട് നരകത്തിന്റെ ആളുകൾ കെഞ്ചി പറയുന്ന ഒരു വാക്കുണ്ട്, അന്നഫീലു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഉപജീവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ ആളുകൾ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇത് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഹറാമാക്കിയതാണ്, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഹറാമാക്കിയതാണ്, നിങ്ങൾക്കിത് ലഭ്യമല്ല എന്ന് സ്വർഗത്തിന്റെ ആളുകൾ തിരിച്ചു പറയുമ്പോ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്വർഗത്തിന്റെ പരിമണമില്ലാതെ, സ്വർഗത്തിന്റെ വെള്ളമില്ലാതെ ഈ ഒരു പരാജയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആളുകൾ. അതുകൊണ്ട് മുത്തുനബിയോട് സ്നേഹമുണ്ടോ? ആ റസൂലുള്ളാഹിനെ പിന്തുടരാൻ അറിയോ നിങ്ങൾക്ക്? പരലോകത്ത് കടന്നു വരുമ്പോ ഹൗദുൽ കൗസർ എന്ന സുന്ദര പാനീയം, വേദന കൊണ്ട് പറയാം നിങ്ങളോട്, ആളുകളെ മുഴുവൻ വഞ്ചിപ്പിച്ച് പറയും. നരകത്തിലെ അബൂലഹബിനെ, നരകത്തിലെ സുവൈബ എന്ന് പറയണ അടിമ സ്ത്രീ കാണുമ്പോ നരകത്തിലെ അബൂലഹബിന് തിങ്കളാഴ്ച കൂൾ ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട് റസൂൽ ജനിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഇതാണ് ആഘോഷിക്കാനെന്ന് തെളിവ് പിടിക്കുന്ന ആളുകളോട് അള്ളാന്റെ ഖുർആന് മാറോട് ചേർത്ത് വെക്കുന്നവരെ ആ അബൂലഹബിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താ? അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. തീർന്നു, ലഹബിന്റെ കഥ കഴിഞ്ഞു പോയി. അവന്റെ ഒന്നും അവൻ ഉപകാരപ്പെടില്ല. അവന്റെ സമ്പത്തില്ല, ഇണകളില്ല, അവന്റെ മക്കളില്ല. അവൻ കത്തിയാണെന്ന നരകത്തിലൂടെ എരിഞ്ഞമരുന്നവനാണെന്ന് അള്ളാഹ് പറഞ്ഞ ലഹബാണോ നമുക്കുള്ള മാതൃക? എങ്കിൽ നമ്മൾ ആലോചിക്കണം, നരകത്തിലെ കൂൾ ഡ്രിങ്ക്സ് അല്ല വേണ്ടത്, അള്ളാന്റെ സ്വർഗത്തിന്റെ ഹൗദുൽ കൗസറാണ്. ആ ഹൗദുൽ കൗസറാണ് ഈ ആഘോഷത്തിന്റെ പിന്നാലെ നടന്നതിന്റെ പേരിൽ, മതത്തിൽ പുതിയ ആധാരങ്ങളെ കൊണ്ടുവന്നതിന്റെ പേരിൽ, മുത്തുനബിയോടുള്ള ഇഷ്ടമല്ലാട്ടോ റസൂലുള്ളാഹിന്റെ വാക്ക് ലംഘിച്ചതിന്റെ പേരിൽ പുതിയത് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് ഓരോ ഖുത്ബകളിലും മുഖം ചുവന്ന് തുടിക്കുമാറ് ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടും കൊണ്ടുവന്നവരെ ഹൗദുൽ കൗസർ ഇങ്ങനെ മുക്കിക്കൊടുക്കുമ്പോ തന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവർക്കുമിടയിൽ അല്ലാഹു മറയിട്ട് കൊടുക്കുമ്പോ പ്രവാചകൻ പറയുമല്ല, ഇവരെന്റെ ഉമ്മത്താണ് റബ്ബേ, എന്റെ സമുദായമാണ്. അല്ലാഹു പറയുന്നുണ്ട്, സുഹ്കൻ സുഹ്കാ, ദൂരെ പോ, ദൂരെ പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞ് അവരെ ആട്ടിയോടിക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവർ, മൻ ബദ്ദല ഫീ ദീനി, എന്റെ മതത്തിൽ പകരമുണ്ടാക്കിയവരെ ആട്ടിയോടിക്കുന്നതാണ്. നബിയോട് നിങ്ങൾക്ക് ജനിച്ചതിന്റെ പേരിൽ മഹബത്തുണ്ടോ? സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. അവിടെ നിന്ന് തിങ്കളാഴ്ച നോമ്പ്, തിങ്കളാഴ്ച നോമ്പ് ഫീഹി വിളിച്ചു, ഞാൻ ജനിച്ച തിങ്കളാഴ്ചയാണ്. എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായത്. നിങ്ങൾ നോക്ക്, ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് റാലി നടത്താൻ കഴിയാത്തവർ, നാളേക്ക് മാറ്റിവെച്ചവർ, തിങ്കളിലേക്ക് മാറ്റിവെച്ചവർ, ഈ മാസം മുഴുവൻ ആഘോഷിക്കാൻ തയ്യാറെടുത്തവരോട് ഇതാ വരുന്ന തിങ്കളാഴ്ച എന്റെ മുത്തുനബി അള്ളാഹു തന്നതിന്റെ പേരിൽ സന്തോഷിക്കാൻ അല്ല പറഞ്ഞ ആഘോഷം
ഏത് രീതിയിലാണ്? അതൊരു ഈദല്ല, അതൊരു സൗമാണ്, ഒരു നോമ്പാണ്, അള്ളാഹ്ക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുക്കലാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞോ? അതല്ല, അള്ളാഹിന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി അത് വാങ്ങിവെച്ചതിന്റെ പേരിൽ അമ്പ് ചെയ്ത് അതിനെ തകർത്ത് കളഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കളായി നിലകൊണ്ട് ഫാത്തിമിയാക്കൾ എന്ന പേര് സ്വീകരിച്ച ഉബൈദിയാക്കൾ ഷിയാക്കളിലെ തീവ്രവാദ വിഭാഗമാണ്. അവർ കൊണ്ടുവന്ന മുല്ല ഉമർ എന്ന് പറയുന്ന കൊണ്ടുവന്ന റബീഉൽ അവ്വൽ 12 6 ആഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ. അലിയുണ്ട്, ഫാത്തിമയുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അന്നത്തെ അവരുടെ ഭരണാധികാരിയുടെയും ആ ജന്മദിനാഘോഷങ്ങളിൽ നിന്ന് ആ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ സെലിബ്രേഷൻ ആണോ നമുക്ക് ആവശ്യമുള്ളത്? എവിടെയാണ് മുത്തനബിയോട് ഇഷ്ടം വെക്കാൻ? അതുകൊണ്ട് സ്നേഹമുണ്ടോ? അനുസരിക്ക്. എന്റെ പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞ ബിദ്അത്തിനെ നമ്മൾ കരുതുന്ന നിസ്സാരമായ വാക്കൊന്നുമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ മുന്നിൽ ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ കേൾക്കുമ്പോ നല്ല പദമല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ ലോകത്തിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂലാണ്. അത് കേട്ട ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന് അള്ളാഹിന്റെ രക്ഷയുണ്ടാവട്ടെ. നല്ല പദമല്ലേ, നല്ല അർത്ഥമല്ലേ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അത് പറയാൻ പറ്റൂല. അപ്പൊ നല്ല പുത്തൻ ആചാരല്ലേ? ഏത് ഓമന പേരിട്ട് കൊണ്ടുവന്നാലും മുത്തുനബിക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബീങ്ങൾക്ക് പരിചയമില്ലാത്ത, തബൗത്താബീങ്ങൾക്ക് പരിചയമില്ലാത്ത ഇത്തരം സെലിബ്രേഷനുകളല്ല വേണ്ടത്. പൂർണ്ണമായി അനുസരിക്കുക. അള്ളാഹിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം അല്ലേ? അള്ളാഹിന്റെ പ്രവാചകനെ കാണാൻ, നബീന്റെ കൂടെ സ്വർഗത്തിലെത്താൻ സ്വഹാബത്ത് അങ്ങനെയാണ് അനുസരണത്തിൽ. രണ്ടാമത്തെ മേഖല നമുക്ക് കാണാം ഇത്തിബാഅൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടർന്നോ, യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി പുറത്തു തരുന്നതാണ്. എന്താ പറഞ്ഞേ? നമ്മൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആ ആയത്തിനെ 3-ാം സൂറത്ത് ആൽ ഇംറാൻ 31-ാമത്തെ ആയത്താണ്. നമ്മൾ അല്ലാഹനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനാണ്. റസൂൽ അവരോട് പറ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യേ, എന്നെ നിങ്ങൾ പിന്തുടരേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നാൽ അള്ളാഹു നമ്മളെ തിരിച്ചിഷ്ടപ്പെടും. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ട വഴി എന്താ? മുത്തുനബീനെ പിന്തുടരലാണ്. നമുക്കങ്ങനെ കഴിഞ്ഞോ? നടത്തത്തിലും ഇരുത്തത്തിലും അനക്കത്തിലും ഒതുക്കത്തിലും കുടുംബത്തിലും രാഷ്ട്രീയ രാഷ്ട്രാന്തരിക സാമ്പത്തിക ദാമ്പത്തിക മേഖലകളിലെല്ലാം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടായിട്ട് അതിനെ പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സ്വഹാബത്തൊക്കെ നബിയോട് സ്നേഹമുള്ളവരാണ്. അവരാരും 12 ആഘോഷിച്ചിട്ടല്ല. അവരുടെ സ്നേഹത്തിനൊന്നും കണക്കില്ല. അവർ മുത്തുനബി. അപ്പൊ നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിക്ക് ചെരങ്ങ, നമ്മൾ വിളിക്കണ ചെരക്ക എന്ന് പറയുന്ന കറി വെക്കുന്ന അല്ലാഹുവിന്റെ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജാണ്, പച്ചക്കറിയാണ്. അത് കഴിക്കാതിരുന്ന പല സ്വഹാബത്ത് പോലും മുത്തുനബിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവര് പോലും അതിനെ പ്രേമിച്ചു എന്നാൻ, അവര് പോലും അതിനെ ഇഷ്ടപ്പെട്ടു എന്നാൻ. അതാണ് സ്വഹാബത്തിന്റെ പ്രത്യേകത. അങ്ങനെ മുത്തുനബീനെ സ്നേഹിച്ചവരെ നമ്മൾ ആ ഗണത്തിൽ. അവർക്കാർക്ക് ഈ 12 സെലിബ്രേഷൻ ഒന്നും പരിചയമില്ലായിരുന്നു. അവർ പിന്തുടർന്ന് മുത്തുനബീനെ, അനുസരിച്ചു മുത്തുനബീനെ. അതിനപ്പുറത്ത് അവർക്ക് രണ്ടാമതൊരു വാക്കില്ല. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 3787 നമ്പർ ഹദീസിലെ സ്വർണ്ണത്തിന്റെ മോതിരം ഇങ്ങനെ കയ്യിലണിഞ്ഞിട്ട് ഒരാൾ വന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ അങ്ങോട്ട് വലിച്ചെറിയാൻ. പ്രവാചകൻ അവിടെ നിന്ന് പോയപ്പോൾ അവർ പറഞ്ഞു, തംഫിഉ, അത് എടുത്ത് വെക്കാലോ, ഉപകാരം ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം, നീ അതിന് അണിയണ്ട, മറ്റു നിനക്ക് ഉപകാരം ചെയ്യാലോ. ആ സഹാബ പറഞ്ഞ വാക്കുണ്ട്, വല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകന്റെ കരങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞത് ഇനി എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂലെന്ന്. അതാ മുത്തുനബിയോടുള്ള സ്നേഹം. അവരുടെ ഇഷ്ടം എങ്ങനെയാണ്? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ശത്രുക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് കഴുമരത്തിലേറ്റാൻ വേണ്ടി നിൽക്കുമ്പോ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. അതുഹിബ്ബു അന്ന മുഹമ്മദൻ മക്കാനക്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ നീ ആക്കി തരികയാണെങ്കിൽ, വഅൻത സലീം, നീ സുരക്ഷിതനാ, മഅഫാഫി അഹ്ലിക, നിന്റെ കുടുംബത്തിൽ നിനക്ക് സന്തോഷത്തോടെ കഴിയാലോ. മുഹമ്മദിനൊന്നും ഇങ്ങോട്ട് വിട്ടെന്നാ മതി. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്നറിയോ? കൊല്ലാൻ പോവാ. ആ മുത്തുനബിയുടെ കാലിൽ നിങ്ങൾ കൊല്ലല്ല. ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അവരങ്ങനെ സ്നേഹിക്കാൻ, പിന്തുടരാൻ ഞങ്ങളുണ്ട്. റസൂലെ ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ ഞങ്ങളുണ്ട്. അവര് റസൂൽ എന്ത് പറഞ്ഞു അതിനനുസരിക്കാം. അങ്ങ് ഇവിടെ നാട്ടിൽ നിൽക്കാൻ നിങ്ങളുടെ തൗഹീദിന് തടസ്സാകുമോ? അബ്ശീനിയുടെ മണ്ണിലേക്ക് പോ. മക്ക എന്ന് പറയുന്ന നാടോ വീടോ സമ്പത്തോ കുടുംബോ പ്രശ്നമല്ല. റസൂല് പറഞ്ഞു ഞങ്ങൾ പോവാൻ റെഡിയാണ്.
അവിടുന്ന് പിന്നീട് മക്കയിൽ തിരിച്ചു വന്ന് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മദീനയുടെ യസ്രിബിന്റെ മണ്ണിലേക്ക്, പിന്നീട് അത് മദീനത്തുർ റസൂലില്ല, ഇനി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കും യസ്രിബ്. അവിടേക്ക് അവരെല്ലാം കൊണ്ട് കടന്നുപോയി. വീടിവിടെ, സമ്പത്തിവിടെ. കണ്ണീരോട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പോകുമ്പോഴും അവിടുന്ന് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ല പറഞ്ഞു, റസൂലേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക് അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. അവരുടെ സമ്പത്തിനേക്കാൾ വീടേക്കാളൊക്കെ റസൂലുള്ള പറഞ്ഞു പോകാൻ, എങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ബദറിലേക്ക് ഇത്രയും വരുന്ന ആളുകളൊക്കെ പോരിടാൻ, ആയുധങ്ങളൊന്നും ഇല്ലാത്ത പട്ടിണിക്കോലങ്ങളോട് ഇറങ്ങല്ലേ എന്ന് പറയുമ്പോ ഇറങ്ങാൻ ഞങ്ങൾ റെഡിയാ റസൂലേ. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ഒരു യുദ്ധത്തിന് ഇറങ്ങിയവരായിരുന്നില്ല അവർ. അബൂ സുഫിയാൻ എന്ന കച്ചവടക്കാരനെ തടയാൻ വേണ്ടി പോയവർ ആയുധങ്ങളൊന്നുമില്ലാതെ യുദ്ധത്തിൽ ഇടപെടുമ്പോ, 3 ഇരട്ടി വരുന്ന ശത്രുസേനകളെ പോരടിക്കുമ്പോ അവിടെയും റസൂലെ ഞങ്ങളുണ്ട് കൂടെ. ശ്രദ്ധേയമല്ല മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, റസൂലെ അങ്ങൊരു സമുദ്രത്തിൽ ഊളയിട്ടാൽ അവിടെ ഞങ്ങളും ഊളയിടും റസൂലെ. അങ്ങ് അവിടെ ടെന്റിൽ ഇരുന്നാ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. ഞങ്ങളുടെ ഹുൽക്കൂമകളിലൂടെ, തൊണ്ടക്കുടികളിലൂടെ അമ്പ് തറക്കുന്നത് കാണുമ്പോ അങ്ങ് മടങ്ങണം മദീനയിലേക്ക്. അവിടെ അങ്ങയെ സ്വീകരിക്കാൻ ആളുകളുണ്ടാകും. മൂസ, നീയും നിന്റെ റബ്ബും ഫദ്ഹബ അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ് നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയില്ല നബിയെ എന്ന് പറഞ്ഞ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരങ്ങനെ പിന്തുടരാൻ, അങ്ങനെ പിന്തുടർന്നു ലോകത്തിന്റെ പ്രവാചകനെ. ഇതാണ് മഹബ്ബത്തുർ റസൂൽ എന്ന് പറയാം. 2 കൊല്ലത്തിൽ ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാദിറുകളും അൻസാറുകളുമാകുന്ന കുട്ടികളുടെ ദഫിന്റെ അകമ്പടികളോടുകൂടെ പ്രവാചകന്റെ കവി ഷാഇർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈരടികൾക്ക് മദർ ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ആണ്ടിൽ ഒരു നബിദിന ഘോഷയാത്ര നടത്തിയിട്ടല്ല അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചത് എന്നുള്ളതാണ്. നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്തു ഇല്ലേ? ലതതബിഅന്ന സനന മൻ കാന ഖബലകും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി ലബ്ബിൻ ലതബിഅതുമൂഹും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ പിന്തുടരുമെന്നാണ്. ഹത്താ യദവര ലൗ ദഖലൂ ഫീ ജുഹരി ലബ്ബിൻ ലതബിഅതുമൂഹും. ഒരു ഉടുമ്പിന്റെ മാളത്തിലെങ്ങാനും അവർ കയറിപ്പോയാൽ അതുപോലും നിങ്ങൾ അനുകരിച്ച് കടന്നു പോകുന്നതാണ്. അവര് ജൂത ക്രിസ്ത്യാനികളാണോ നബിയെ? അവരല്ലാതെ പിന്നെ ആരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂത ക്രിസ്ത്യാനികളെ പിന്തുടരുക, ഒരു ചെരുപ്പിനോട് മറ്റൊരു ചെരുപ്പ് യോജിക്കുന്നത് പോലെ ഒക്കെ വല്ലാത്ത വാക്കാൻ. നമ്മൾ ഒരു കമ്പനിയുടെ ചെരുപ്പ് ഉപയോഗിച്ച് അതിൽ ഒരു ചെരുപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ കടയിൽ പോയിട്ട് മറ്റേ ഒരു ചെരുപ്പ് മാത്രം നമ്മൾ പുതിയത് വാങ്ങൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരേ കമ്പനി ഇറക്കിയ ചെരുപ്പന്നെ കുറെ നാൾ ഉപയോഗിച്ച് അതിന് ഒരെണ്ണം മാത്രം മാറിയാൽ അതിന് മാറ്റം ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും. അല്ലാന്റെ ഹബീബ് പറഞ്ഞെന്താണ്? ഒരു ചെരുപ്പിനോട് മറ്റൊരു ചെരുപ്പ് യോജിക്കണ പോലെ. അതേപോലെ ജൂത ക്രിസ്ത്യാനികളോട് ചേർന്ന് നിൽക്കുന്ന പ്രവണത ഈ ജയന്തികളും ആഘോഷങ്ങളും ക്രിസ്മസുകളും ഒക്കെ കൊണ്ടുവന്ന്, പ്രിയമുള്ളവരെ, അവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം, എന്റെ പ്രവാചകന്റെ മാതൃകയാണോ? എന്റെ പ്രവാചകന്റെ മാതൃകയാണോ? സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലൂടെ ഓടി വന്ന് എപ്പോഴും റസൂലുള്ളാഹിനെ കാണാനുള്ള മോഹം, ഇഷ്ടമുണ്ടോ പ്രിയമുള്ളവരെ? ലോകത്തിന്റെ മുത്തിനെ കാണാൻ ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ? റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ? അള്ളാഹിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ചേരാൻ ഖുത്ബ വെറുതെ ആവില്ല കേട്ടോ. ഇവിടെ നിന്നിറങ്ങുമ്പോ ഈ ആയത്തിനെ നെഞ്ചിലേറ്റിയിട്ടിറങ്ങിക്കോ. അള്ളാഹിന്റെ ഹബീബിന്റെ കൂടെ സ്ഥാനം കിട്ടാൻ ഓടി ഓടി വരുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിൽ സങ്കടത്തോടെ നിൽക്കുമ്പോ, മാലി അറാക മഹ്സൂന, നിന്നെ ദുഃഖിതനായി കാണുന്നല്ലോ സൗബാൻ, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോ, കാണാനുള്ള ആഗ്രഹമുണ്ടോ? ഓടി വരണ്ട റസൂലേ, പക്ഷെ സ്വർഗത്തിലെ ഇതുപോലെ കാണാൻ കഴിയില്ലല്ലോ. അങ്ങ് സ്വർഗത്തിലാണ്, ഈ സൗബാൻ അല്ല തരുമെന്ന് ഉറപ്പില്ല. തന്നാൽ പോലും അങ്ങ് ഉന്നതമായ ദറജയിലാണ്, എനിക്കവിടെ കാണാൻ പറ്റോ? ആ സമയത്താണ് ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കാനുള്ള മനസ്സുണ്ടോ? നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിലാൻ. 4-ാമത്തെയും 65-ാമത്തെ ആയത്ത്. അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക. പല സെലിബ്രേഷനും പുറത്തുണ്ടാവും. ഞാൻ നബിദിനത്തിനൊന്നുമില്ല എന്ന് പറയുന്നവരോടും പുറത്തിങ്ങനെ പലതുണ്ടാവും. ഉറിയാട്ടികൾ ഉണ്ടാകും, ഇവിടെ കസേരക്കളികൾ ഉണ്ടാകും. ഇവിടെ പ്രിയമുള്ളവർ, അതിലൊന്നും ഞാനില്ലെങ്കിലും വായും പടർന്ന് നോക്കി നിൽക്കുന്നവരെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് ലഹബുകളുടെ, ലാബുകളുടെ, വിനോദങ്ങളുടെ അതിപ്രസരങ്ങളെ നാട്ടിലൂടെ നിറമാടുമ്പോ എന്റെ സഞ്ചാരപഥത്തിന് എന്റെ പ്രവാചകൻ എനിക്ക് തന്നൊരു പാതയുണ്ട്. സ്വഹാബത്തിന്റെ മുന്നിൽ നേർമാർഗ ഒരു രേഖ ഇങ്ങനെ വരച്ചിട്ട്, ഇതാണ് എന്റെ നേർമാർഗമെന്ന് അതിന്റെ വലത്തോട്ടും ഇടത്തോട്ടുമുള്ള ചെറിയ വരകൾ വരച്ചിട്ട്, വലാ തത്തബിഉ സുബുല, ഈ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരണ്ട എന്ന് പറഞ്ഞ പ്രവാചകന്റെ പാത. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിബിധനത്തിന്റെ പേരിൽ ജൂതനോട് സാദൃശ്യനാവനുണ്ടോ?
സെലിബ്രേഷന്റെ പേരിൽ, ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങളിൽ നിങ്ങൾ തിമിർക്കാനുള്ള ഉദ്ദേശമുണ്ടോ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ഏതൊരു സമുദായത്തോട് സാദൃശ്യനായോ അവൻ അവരിൽപ്പെട്ടവനാണ്. തീവ്രവാദി എന്ന്, വർഗീയവാദി എന്ന്, ഭീകരവാദി എന്ന് ഏതോ ഓമന പേരിട്ട് ലാബിലിട്ട് മാറ്റി നിർത്തുമ്പോഴും എന്റെ സ്വർഗത്തിന്റെ പാതക്ക് തടസ്സമുണ്ടാകുന്നതിനോട് പറയാനും തടുക്കാനും ഒന്നും കരുത്തില്ലെങ്കിലും മനസ്സ് വെറുത്ത് മാറിപ്പോകാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ മേഖല. അതിനെങ്കിലുമുള്ള ഒരു ക്വാളിറ്റി ഈ തഖ്വ മസ്ജിദിലൂടെ ജുമുഅക്ക് വരുന്നവരെ ഉണ്ടാകണം. അവിടെയാ മുത്തുനബിയോടുള്ള മഹബത്ത്, അവിടെയാ മുത്തുനബിയോടുള്ള സ്നേഹം അനുസരിക്കാൻ, പിന്തുടരാൻ, ഫോളോ ചെയ്യാൻ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ മണിമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വേറൊരു നായകനും ലോകത്തിന്റെ മുന്നിലില്ല എന്ന പാഠത്തോടെ പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.